ബേപ്പൂരിൽ അന്വേഷണ കമ്മീഷൻ ഇല്ല. പരാജയം പഠിക്കുമെന്ന DCC പ്രസിഡന്റ് പ്രഖ്യാപനം പാഴായിരിക്കുന്നു. അന്വേഷണം നടത്താതെ പരാജയ കാരണം പറഞ്ഞതിൽ വിയോജിപ്പുണ്ടായിരിക്കുന്നു. UDF പൂർണ്ണമായും പിന്തുണച്ചില്ല എന്ന് PV അൻവർ പരാതിപ്പെട്ടിരുന്നു നേരത്തെ. VS രഞ്ജിത്താണ് വിവരങ്ങളുമായുള്ളത്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ ബേപ്പൂരിലെ പരാജയം, ബേപ്പൂരിൽ ഞാൻ ജയിക്കേണ്ടതായിരുന്നു എന്നാണ് PV അൻവർ പല ഘട്ടങ്ങളായി പറഞ്ഞത്. ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ ഉണ്ടാകും എന്നൊരു ഉറപ്പും അൻവറിന് ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണോ? സ്മൃതി, കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിൽ 12ലും ജയിക്കുകയും ബേപ്പൂരിൽ മാത്രം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ആ ബേപ്പൂരിൽ പരാജയപ്പെട്ട ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു അട്ടിമറി പ്രത്യക്ഷത്തിൽ തന്നെ സംശയിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ബേപ്പൂരിൽ UDFന് വലിയ മേൽക്കൈയുള്ള രാമനാട്ടുകര, ഫറോക്ക് മുനിസിപ്പാലിറ്റികളിലാണ് വോട്ട് കുറഞ്ഞത്. ബേപ്പൂരിൽ CPMന് ശക്തി കേന്ദ്രമായ ബേപ്പൂർ ഭാഗത്ത് വോട്ട് വർദ്ധിക്കുകയും UDFന് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ തന്നെ ഒരു അനാലിസിസും ഇല്ലാതെ അവിടെ അട്ടിമറി സംഭവിച്ചു എന്ന് സംശയിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ PV അൻവർ പാണക്കാട്ട് പോയി പാണക്കാട്ട് തങ്ങളോടും VD സതീശനെ കണ്ട് VD സതീശനോടും ഒക്കെ പരാതിപ്പെട്ടിരുന്നു. ബേപ്പൂരിൽ പിന്നിൽ നിന്ന് കുത്തി UDFന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചില്ല. പക്ഷെ അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, ബേപ്പൂരിൽ ഞങ്ങൾ പരാജയം പഠിക്കും, അന്വേഷണ കമ്മീഷനെ നിയമിക്കുമെന്നുള്ളത്. പക്ഷേ അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള നീക്കത്തിന് UDFനകത്ത് നിന്ന് എതിർപ്പുണ്ടാവുകയും അന്വേഷണ കമ്മീഷനെ നിയമിക്കാതെ അവിടെ പരാജയം പഠിക്കാതെ പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പരാജയത്തെക്കുറിച്ച് അന്വേഷണ കമ്മീഷൻ വെക്കും എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പഠിക്കാതെ കമ്മീഷൻ വെക്കാതെ DCC പ്രസിഡന്റിനെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ആ പരാജയത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അത് സ്ഥാനാർത്ഥിയുടെ മേൽ കെട്ടിവെക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടി വരുന്നു. മാത്രവുമല്ല PV അൻവറിനെ ബേപ്പൂരിലേക്ക് ക്ഷണിച്ചു കൂട്ടി കൊണ്ടുവന്നതിൽ DCC പ്രസിഡന്റിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള വിയോജിപ്പ് വരുന്നു. അങ്ങനെ ഒരാൾ തന്നെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് ഒരു പഠനവും നടത്താതെ ഒരു കമ്മീഷനും വെക്കാതെ പറയുന്നതിലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും എതിർപ്പുള്ളത്. ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ബേപ്പൂരിലെ പരാജയത്തിൽ ഒരു പല്ലിനെ കുത്തി നാറ്റിക്കുന്ന സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് PV അൻവർ പരസ്യമായി അന്വേഷണം ഇപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ളൊരു വിവരങ്ങളാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിലാണ് ബേപ്പൂർ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ നേതാക്കളുടെ പ്രതികരണം കോൺഗ്രസിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇതിൽ ഏതെങ്കിലും ഒരു നേതാക്കളെ, ഏതെങ്കിലും ഒരു നേതാവിനെതിരെ, ഈ തീരുമാനമെടുത്ത നേതാവിനെതിരെ ഒരുമിച്ച് നീങ്ങുന്ന രൂപത്തിൽ ഇത് നീങ്ങുകയാണോ? തീർച്ചയായിട്ടും ഒന്നുകിൽ രണ്ട് തരത്തിൽ ഈ അന്വേഷണം പോവാം. ഒന്നുകിൽ DCC പ്രസിഡന്റ് പറയുന്ന പോലെ സ്ഥാനാർത്ഥി നിർണയം പാളിയതാണെങ്കിൽ ആരാണ് PV അൻവറിനെ ബേപ്പൂരിലേക്ക് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നത് എന്ന ചോദ്യം വരും. അല്ലെങ്കിൽ PV അൻവർ പറയുന്ന പോലെ UDFനകത്ത് നിന്ന് ഒരു പാളയത്തിൽ പടയുണ്ടായി, പാളയത്തിൽ ചതി സംഭവിച്ചു, ചതിച്ചത് ചന്തു തന്നെ എന്ന് പറയുമ്പോൾ ആ ചന്തു ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് DCC പ്രസിഡന്റ് ആണോ എന്നൊരു ചോദ്യമുണ്ട്. അതിനകത്ത് ഇന്നലെ PV അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, VD സതീശൻ ബേപ്പൂരിൽ പ്രചരണത്തിലെത്തിയ സമയത്ത് VD സതീശൻ PV അൻവറിനൊരു സമ്മാനം വാഗ്ദാനം ചെയ്തിരുന്നു. PV അൻവർ ബേപ്പൂരിൽ നിന്ന് ജയിച്ചു കയറുകയാണെങ്കിൽ അദ്ദേഹം കേവലം MLA ആയിരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മന്ത്രിയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കോഴിക്കോട്ട് നിന്നൊരു മന്ത്രി ഉണ്ടാവുമ്പോൾ അത് PV അൻവർ ആയാൽ മറ്റിടങ്ങളിൽ മറ്റ് കോൺഗ്രസ്സുകാർക്കോ UDF MLA-മാർക്കോ മന്ത്രിസ്ഥാനത്തിന് അർഹതയില്ലാതെ പോകും എന്ന് കരുതിയ മന്ത്രിമോഹികളായ ചിലർ ചതിച്ചു എന്ന് PV അൻവർ പറയുന്നുണ്ട്. ഒപ്പം മറ്റൊരു സാമുദായിക സമവാക്യത്തിന്റെ കഥയും ആ സമയത്ത് പ്രചരിപ്പിച്ചിരുന്നു. മുസ്ലിം ലീഗിന് സ്വാഭാവികമായിട്ടും 5 മന്ത്രിമാരെ അവർ ആവശ്യപ്പെടും. അങ്ങനെ 5 മന്ത്രിമാരെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ PV അൻവർ മുസ്ലിം സമുദായത്തിന് ഒരു MLA, ഒരു മന്ത്രി കൂടി വന്നാൽ അത് സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുമെന്ന ആരോപണം വന്ന് ലീഗ് മന്ത്രിമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കും എന്നൊരു പ്രചരണം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രചരണം നടത്തിയവരാണോ പിന്നിൽ നിന്ന് കുത്തിയത്? ഇത്തരം പല ചോദ്യങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു. ഇതിലൊക്കെ തന്നെ പഠനം നടത്താൻ വേണ്ടിയാണ് അന്വേഷണ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞത്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം 100-ലധികം സീറ്റുകൾ കിട്ടി അവർ സേഫാണ്. ഒരു അന്വേഷണം നടത്തി പല്ലിൻ്റെ കുത്തി നാറ്റിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അന്വേഷണ കമ്മീഷൻ വെക്കാതെ പോയത്. പക്ഷേ ഇപ്പോൾ ആ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള DCC പ്രസിഡന്റാണ്. ശരി, ഇനി ഇതിൽ എത്രത്തോളം തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.